ഷിക്കാറേഡിൽ നിന്ന് നേരെ ജാമ്യ മസ്ജിദിലേക്ക് റിക്ഷയിൽ നമ്മളെ കാക്ക കൊണ്ടുപോകുന്നുണ്ട്. നമ്മളെ കാക്ക ഇതല്ലേ നമ്മളെ കാക്ക പറഞ്ഞടാ. ഒന്ന് ഹോട്ടൽ കാക്ക, റൂം കാക്ക, ചായ കാക്ക. ഞങ്ങളെത്തി താരീഖ് ജാമിയ മസ്ജിദ്, ഹിസ്റ്റോറിക്കൽ ജമാ മസ്ജിദ് ശ്രീനഗർ. ഇതാണ് ശ്രീനഗറിലെ ജാമിയ മസ്ജിദ്. അതിൻ്റെ മിനാരം നോക്ക്. ഷോപ്പിംഗ് മാൾ കേട്ടോ. എല്ലാ തരത്തിലും എല്ലാ സ്ഥലത്തും ഉണ്ടാകുന്ന കുറേ സാധനങ്ങൾ, ഡ്രസ്സ് ഐറ്റംസ്, അതുപോലെ ഹോട്ടൽ, കഫേ, പിന്നെ മറ്റേ കരകൗശല വസ്തുക്കൾ, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇതാണ് പള്ളി. ഇതിൻ്റെ നീളം കാണിച്ചു തരാം. ഇതാ അവിടെ നിന്ന് തുടങ്ങിയിട്ട് ഇതിൻ്റെ മെയിൻ കവാടം ഇത്ര ലോങ് ഉണ്ട്. ഇനി ഉള്ളിലേക്കുള്ളതും കൂടെ കാണണം. മെയിൻ ഗേറ്റാണ്. കാഴ്ച അനുസരിച്ചിട്ട് 30,000 ആൾക്കാർക്ക് ഒന്നിച്ച് നിസ്കരിക്കാമെന്നാണ് ഇതിലുള്ളത് പറഞ്ഞത്. പ്ലീസ് ടേക്ക് ഒരു ഷൂ. ഇവിടെ ഷൂ വെക്കണം. തിരിച്ചറിയുമ്പോൾ ഉണ്ടാവുമായിരിക്കും അല്ലേ? പ്രതീക്ഷിക്കാം. എല്ലാവരും ഷൂ ഒരു മൂലൊക്കെ വെച്ചിട്ട് പോകാം. സുൽത്താൻ സിക്കന്ദർ ഷാ ഉണ്ടാക്കിയതാണ് 1394, AD 1394. എത്ര ഫീറ്റ്? 341 ഫീറ്റ് അല്ലേ? എത്ര? 1,46,000 സ്ക്വയർ ഫീറ്റ്. ഇത് കുറേത്തൊക്കെ ചരിത്രങ്ങളുണ്ട്. പിന്നെ വൺ ടൈം 7ാമത്തെ കണ്ട വൺ ടൈം 33,333 നിസ്കരിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മിഹ്റാബിൻ്റെ കാര്യങ്ങൾ. പിന്നെ ഈ പള്ളി 3 പ്രാവശ്യം റിനോവേറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് സുൽത്താൻ ഹസൻ ഷാ, രണ്ടാമത്തത് ജഹാംഗീർ ഷാ, മൂന്നാമത്തത് ഇയാളും ആലംഗീർ ഷാ. ഓക്കെ, നമുക്ക് ഉള്ളിലേക്ക് കയറാം. ഇനി കിടക്കുമ്പോൾ തന്നെ വലിയൊരു കവാടമുണ്ട് ഇവിടെ. ഇവിടെ നിസ്കരിക്കാനുള്ള സൗകര്യമുണ്ട്. അടിപൊളിയായിട്ടാണ്. ഇവിടെ സ്റ്റാർട്ടിങ് തന്നെ നല്ല ഇങ്ങോട്ടാണ് കിബില. ഇങ്ങോട്ട് തിരിഞ്ഞാണ് നിസ്കരിക്കുക. അവിടെ കുറേ ഫില്ലേഴ്സ് എഴുതി വെച്ചിട്ടുന്നുണ്ട്. പക്ഷെ ഇത് ഫുള്ള് മരങ്ങളാണ് കേട്ടോ. ഇത്ര ഫില്ലറി കാണുന്ന ഫില്ലറുകൾ മൊത്തം മരങ്ങളാണ്. ഫുള്ള് മരങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയത് കേട്ടോ. ഇതിൻ്റെ ഈ മുകൾ ഭാഗം മരങ്ങൾ തന്നെയാണ്. ഇത് ഫുൾ മരങ്ങളാട്ടോ. പിന്നെ ഇതിൻ്റെ ഉൾഭാഗം, ഇത് നടുമുറ്റം. ഇവിടെ ഒരു ഹദീസ് കൊടുത്തിട്ടുണ്ട്. ബുഖാരി മുസ്ലിമിൻ്റെ ഹദീസ് ഉണ്ട്. നടുമുറ്റത്ത് 4 ഭാഗത്തും സെയിം കവാടുണ്ടാ. ഇത് ഒരു സൈഡ്, ഇത് ഇപ്പുറത്ത്, ഇത് ഇവിടെ ഒരു സൈഡ്, ഇവിടെ ഇങ്ങനെ വന്ന് ഇത് നമ്മൾ വന്ന കവാടം. 4 ഭാഗത്തും ഒരുപോലെ. ഈ ചുറ്റുവട്ടത്തും പുല്ലൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ വന്നാൽ ഒരു നടുമുറ്റത്തൊരു കുളമുണ്ട്. ഇത് ഹൗലാടാ. ഹൗലായിരിക്കും. പ്രത്യേകിച്ച് വേറെ ഉള്ളു കൊടുക്കുന്ന സ്ഥലമൊന്നും കാണുന്നില്ല. അപ്പോൾ ഇത് ഹൗൽ തന്നെ. അതെന്ന് വെച്ചാൽ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഉള്ളു കൊടുക്കുന്ന സ്ഥലം, അതാണ് ഹൗല്. ആ സൈഡിൽ കയറുന്നിടത്ത് അവിടെ ലേഡീസ് ഉണ്ട്. ഇവിടെ ഓപ്പൺ ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ഇങ്ങോട്ട് കയറി നോക്കാം. എന്തോ നിസ്കാരം നടക്കാനായെന്ന് തോന്നുന്നു. 100 ബാങ്ക് കൊടുത്ത് അവിടെ ഒരു കാക്ക നോക്കുന്നുണ്ട്. ഇവിടെ ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട്. അബുൽ ബഷർ ഹലത് സയ്യിദന ആദം. ഇത് ആദം നബി എന്നുള്ള നിമിത്തങ്ങളിലേക്കുള്ള ഒരു പരമ്പരയാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ ഇതാണ് മെയിൻ പള്ളി. ഇവിടെയും ഫുള്ള് മരങ്ങളൊക്കെ കൊണ്ടാണ് കേട്ടോ. പള്ളി ആയതുകൊണ്ടാണ് മെല്ലെ സംസാരിക്കുന്നത്. തൂണുകളൊക്കെ മരങ്ങളൊക്കെ കൊണ്ടാണ്. പുറത്തുള്ള ബോർഡിലുണ്ടായിരുന്നു എത്ര തൂണുണ്ട് എന്നുള്ളത്. പിന്നെ മുകൾ ഭാഗവും തൂണുകളും എല്ലാം മരം കൊണ്ടാണ്. സ്കാരസ്വാമിയോട് വലിയൊരു ഇതിൽ ഇതാണ്ടാ മിഹ്റാബ്. ഇതൊക്കെ ഫോട്ടോ എടുക്കുമ്പോൾ ഫുള്ള് ലൈറ്റ് എത്തുന്ന പോലെയുണ്ട്. നമുക്ക് നോക്കുമ്പോൾ ഒരു മഞ്ഞ കളറാണ്.
ഗ്രാനൈറ്റിൽ അള്ളാഹിൻ്റെ 99 പേരുകൾ കൊത്തിവെച്ച മിഹ്റാബാട്ട്. ഇത് അള്ളാഹുവിൻ്റെ 99 പേരുണ്ട്. ഇവിടെ നിന്നിട്ടാണ് ഇമാമ നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കുക. ഇതാണ് ഇവിടെ പുറത്ത് എഴുതി വെച്ചിരുന്നത് 99 പേരിൽ 33,333 ആൾക്കാർക്ക് നിസ്കരിക്കാൻ പറ്റിയ സ്ഥലമാണ് ഇത്. ഇതും നമ്മൾ നേരത്തെ കണ്ട സ്ഥലം എല്ലാം കൂടിയിട്ട്. ഇവിടെ തണുപ്പ് വരുന്നതിനായിരിക്കും വലിയൊരു കർട്ടൻ ഇട്ടിട്ടുണ്ട്. ചെരുപ്പിടാതെ നടക്കുന്നുള്ള ഈ പാടി തണുത്തിട്ട് കാലൊക്കെ മരയൊക്കെ തോന്നിപ്പോൾ ചൂടാതെ നടന്നിട്ട്. ചൂട്ടിട്ട് നടക്കാൻ പറ്റുന്നില്ല, അപ്പോൾ ചൂടാതെ നടന്നെങ്കിൽ എന്താവും, ഭയങ്കര തണുപ്പാണ്. ഇവിടെയും ഇതാണ് ഇപ്പോൾ നമ്മളുണ്ടായ പള്ളി. ഇപ്പോൾ ഇതിനുള്ളിൽ കണ്ടേ ഇത് ചുറ്റോട്ടം ഇങ്ങനെ തന്നെ മൊത്തത്തിൽ. ഇങ്ങനെന്താ വെള്ളം അവിടെ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ അക്ബർ ഷാർന്ന് എന്താ അവിടെ ഒരു കോട്ട അവിടെ ഉണ്ടായിരുന്നു, അത് പള്ളിയിൽ നിന്ന് കാണുന്നുണ്ടായിരുന്നു. ഇവിടുന്ന് തിരിക്കുകയാണ് ജാമ്യ മസ്ജിദിൽ നിന്ന്. കുറേ കാണാൻ എന്തൊക്കെയുണ്ട്, കാണിച്ചു തരാനും കാണാനൊക്കെ ഇഷ്ടം പോലെയുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് സമയമില്ല. അവിടെ മൊത്തത്തിൽ ഫ്ലോപ്പായത് റോഡ് ബ്ലോക്ക് ആയതുകൊണ്ടാണ്. ഇപ്പം എങ്ങനെയെങ്കിലും ഒന്ന് തിരിച്ച് ഇവിടെ നിന്ന് കശ്മീരിൽ നിന്ന് പുറത്തിറങ്ങണം എന്നുള്ളൊരു അവസ്ഥയിൽ എല്ലാവരും ഉള്ളത്. ഞങ്ങൾ മാത്രമല്ല എല്ലാവരും. കാരണം അവിടെ പൊട്ടി വീണുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇനി ഒരിക്കൽ വിശാലമായിട്ട് കാര്യങ്ങളൊക്കെ ചരിത്രങ്ങളൊക്കെ അറിഞ്ഞ് കാണാമെന്നുള്ള പ്രതീക്ഷയോടെ ജാമ്യ മസ്ജിദിനോട് വിട പറയുന്നു.